ആംഷൻ ഇമിഗ്രേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു പറക്കാം സ്വപ്ന രാജ്യത്ത്, അതും നമ്മുടെ സ്വന്തം ഏഷ്യനെറ്റിൽ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ മറക്കാതെ കാണാം. പറക്കാം സ്വപ്ന രാജ്യത്തേക്ക്. Welcome for each and everyone gathered over here for the session. So let's start the session with the gracious presence of God, and I kindly request each and everyone to please stand up for the lamplighting part. Please. So on this special occasion, we all have gathered here for the function Pravasi Sangamam 2024. കാനഡ എന്ന സ്വപ്നം നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന് അതിനുവേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് അതിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ടും നിങ്ങളിലേക്ക് ഒത്തിരി ഇട്ട് നിങ്ങൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ യാത്രയുടെ ഒരു തുടക്കമാണിത്. കാനഡയുടെ ഒരു പ്രൊവിൻസിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങളെ ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്തു, അവിടുത്തെ ഒരു ഇൻവൈറ്റഡ് ഇമിഗ്രന്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ്. So I think each and everyone is proud of this moment, and above all we are very proud of this moment just because you people are our energy. So in this particular occasion I would like to welcome each and everyone who have received the deserved achievement. എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ആംഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നല്ല വാക്കുകൾക്കായി ഒരുപാട് ഇഷ്ടം, ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ വന്നിട്ട് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുവരെ ഞാൻ വന്ന് കയറിയപ്പോ എന്റെ മനസ്സിൽ തോന്നിയത് കുറച്ച് പേര് ഫാമിലി ആയിട്ടൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നാളത്തെ കനേഡിയൻ സിറ്റിസൺസ് ആണ്, അവിടുത്തെ ഒരു പൗരത്വമൊക്കെ സ്വീകരിക്കാൻ പോകുന്നവരാണെന്ന് അറിഞ്ഞപ്പോ കുറച്ചേറെ സന്തോഷം. എന്നാൽ അതിനകത്ത് ചെറിയ നൊമ്പരമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വളഞ്ഞിരുന്ന് കൂടിയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നാടിന്റെ നൊസ്റ്റാൾജിയൊക്കെ ഓർത്ത് അയവിറക്കാനുള്ള കുറച്ച് കൂടുതൽ സമയം എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ സത്യമായിട്ടും ആഗ്രഹിച്ചു. നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമെന്നുണ്ട്, ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഭയങ്കര ഭാഗ്യം ചെയ്ത മനുഷ്യൻ എന്നൊക്കെ ഈ ചില മനുഷ്യരെ കുറിച്ച് പറയാറുണ്ട്. നമ്മള് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ പിറന്നു വീഴുമ്പോ ബില്യൺസിലും ഒക്കെ നിന്നിട്ട് നമ്മളായിട്ട് നമ്മൾ ജനിക്കുമ്പോ ഓരോരുത്തരുടെയും തലയിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ജീവിക്കാം, ഇങ്ങനെ ജീവിക്കണം. അവിടെ നിന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒരു ഏരിയയിലേക്ക്, അതായത് ഇവിടെ നിന്ന് പറന്ന് 2 ചിറകുകൾ, എല്ലാ മനുഷ്യർക്കും അദൃശ്യമായ 2 ചിറകുകളുണ്ട്. ആ ചിറകുകൾ നിങ്ങൾക്ക് വിരിക്കാനായി എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ആകുലതയോ ആശങ്കകളോ ഒന്നും ഇല്ലാണ്ട് ആംസ്റ്റർ പോലെ വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ ഇത്രമേൽ ജില്ലകളിൽ, ഇത്രമേൽ രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന, ഇത്രമേൽ കാര്യക്ഷമമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു ടീമിന്റെ കൈ കോർത്ത് പിടിച്ചാണ് നിങ്ങൾ പറക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതിലേറെ സന്തോഷം. ഇനി എനിക്ക് മനസ്സിലാക്കാനായ കുറച്ച് കാര്യങ്ങൾ പറയാം.
നിങ്ങളൊക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ പല പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരാണ്. ഡോക്ടേഴ്സ് ഇതിനകത്തുണ്ട്. എത്ര ഡോക്ടേഴ്സ് ഉണ്ടാവും നോക്കോ? ആ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. മറ്റേതൊക്കെയാണ് പ്രൊഫഷൻ? ഡോക്ടേഴ്സ് അല്ലാണ്ട് ഓഡിയോളജിസ്റ്റ്, അതായത് കൂടുതൽ മെഡിക്കൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ ഒരു സർവീസ് കൂടിയാണ് തോന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, അല്ലേ? ഞാൻ വന്നപ്പോൾ പോലെ നോക്കിയാണ്. അമ്മ ഏതാണ് ആന്റി, ഏതാണ്, എങ്ങനെയാണ്, എന്താണ് പ്രൊഫഷൻ? എന്റെ മോളെന്തി? അപ്പൊ അതുകൊണ്ട് വന്നില്ല. മോൾക്ക് വേണ്ടിയിട്ട് മേടിക്കാൻ വന്നതാ. സങ്കടമുണ്ടോ മോൾ അങ്ങോട്ടേക്ക് പോകുമ്പോ? സന്തോഷമുണ്ട്. ഒരു കാലം നേരെ തിരിച്ചായിരുന്നു. അതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെയും പറഞ്ഞു വന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മക്കൾ പുറത്തേക്ക് പോകുന്നു, അല്ലെ നമ്മൾ പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആ നാടിന്റെ നടുമുറ്റം വേണം, ഒരു ഇച്ചിരി തുളസിത്തറ വേണം, അവിടെ ഒരു മാവ് വേണം, ആ മാവിൽ കുറെ മാങ്ങ വേണം, പറ്റിയാൽ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ തന്നെ അതിനെ പറിച്ച് അച്ചാറിടണം. ആ അച്ചാർ അത്യാവശ്യം തൂക്കിലയുടെ ഇങ്ങേയറ്റത്ത് വെച്ചിട്ട് ഇച്ചിരി അവിയലും സാമ്പാറും പരിപ്പും ഒക്കെ ചേർത്ത് പിടിപിടിക്കണം. അതില്ലാണ്ട് നമ്മളില്ല, നാടിന്റെ മണമില്ല നമ്മളില്ല എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ചിന്ത, അല്ലേ? പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇതേ സാധനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലും കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാനഡയിലായിരിക്കും നിങ്ങൾ ഇവിടത്തെക്കാൾ നല്ല സദ്യ കഴിക്കുന്ന തോന്നുന്നു. എന്തൊക്കെയാണ് സ്വപ്നം അവിടെ കാനഡയിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യാം? ടെൻഷൻ ഉണ്ടോ? എന്താ ടെൻഷൻ? ഞാൻ ഇതുവരെ പുറത്തു പോയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് പുതിയൊരു കൺട്രീസ് പോകുമ്പോൾ ശരിയൊന്നും ഇവരുടെ കാര്യത്തിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ ഇവരെ കുറിച്ച് പഠിച്ചിടത്തോളം, ഇവര് 360 ലെവലിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. നിങ്ങൾ ഓൾറെഡി ഇവിടെ ഈ പറഞ്ഞ പോലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പോകുന്നത്, അല്ല? നിങ്ങളുടെ ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആണ്. പിന്നെ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇദ്ദേഹം അവിടെ 10 ദിവസം ഉണ്ടെന്ന് പറയുന്നു, അല്ലേ സാർ? എല്ലാ മാസവും അവിടെ 10 ദിവസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഗതികളോ ഉണ്ടെങ്കിലും തൊട്ട് മുമ്പിൽ നേരിട്ട് ചോദിക്കാൻ ഒരാളിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആംസ്റ്റർഡാമിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. നാട്ടിൽ ഇവിടെ എവിടെയാണ്? അങ്കമാലിക്കാരനാണ്. എങ്ങനെയുണ്ട് അവിടെ? അത്യാവശ്യം നല്ല പന്നി ഇറച്ചി കിട്ടുന്ന സ്ഥലം അതൊക്കെ. ഇനിയിപ്പോ കാനഡ ചെന്നാൽ കാണുമോ അവിടെ? താങ്കൾ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്തോ പ്ലാൻ അവിടെ ചെന്നിട്ട്? ഐ ടി മേഖലയിൽ നിന്നുള്ളവരും ഉണ്ട്. ശരി, അവിടെയൊക്കെ ഭയങ്കര സാധ്യതയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ ചെല്ലണം, ഒരു മലയാളി അസോസിയേഷൻ കണ്ടുപിടിക്കണം, അത്യാവശ്യം അവിടെ പോയി ജോയിൻ ചെയ്യണം, എല്ലാ ഫംഗ്ഷനും അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമായിരിക്കും, അല്ലേ? ഇതുവരെയും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ വലിയ ഈ അസോസിയേഷനിലൊക്കെ നിന്ന് ഓണപ്പൂക്കളുടെ അടുത്ത വിഷു ഒക്കെ നിങ്ങൾക്ക് അവിടെ അറിയില്ല. 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അടുത്ത ഓണം ഒക്കെ ചിലപ്പോൾ അവിടെ ആയിരിക്കും തോന്നും. നിങ്ങളുടെ നെക്സ്റ്റ് ഓണം മിക്കവാറും അവിടെ ആയിരിക്കും തോന്നും, ഒരു കനേഡിയൻ ഓണം. എന്തായാലും ക്രിസ്മസ് അവിടെയാണെന്നുള്ളത് ഉറപ്പിച്ചു തോന്നും, അല്ലേ? ഓൾ ദി വെരി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ. നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഇപ്പൊ എന്തൊക്കെയാണ് റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെയേറെ സ്വപ്നങ്ങളുണ്ടെന്നും അതുപോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ കുറച്ച് ആശങ്കകൾ ഉണ്ടെന്നും, അതിപ്പോ ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരുപക്ഷെ മെയിലിനായിരിക്കും കുറച്ച് കൂടുതൽ ആശങ്കകൾ. നിങ്ങൾക്ക് പിന്നെയും കൂടിയൊക്കെ ആശങ്ക കുറവായിരിക്കും. അത്യാവശ്യം ടെൻഷൻ ഉണ്ടല്ലേ? ഞാൻ പോകുന്നില്ല. സിസ്റ്ററിനെ അങ്ങ് വിടുകയാണ്. നമ്മൾ ഇനി അടുത്ത ബാച്ചിൽ പോകാനുള്ള ശ്രമം. അങ്ങനെ പറ്റും. വേറെ മെയിലായിരുന്നു എടുത്ത് പോകുന്നത്. ഡോക്ടറുണ്ട് പോലെ ഇച്ചിരി ടെൻഷൻ അവിടെ എവിടെയൊക്കെയോ ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തായാലും തീരുമാനിച്ചു, മൈഗ്രേറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ നടന്നു, പേപ്പർ കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം റെഡിയായി. കയറി പോണം. ഇനിയിപ്പോ ഇവര് കൂടെ ഉണ്ട് രാംസർ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ടെൻഷൻ ഇല്ല. അത് വീണ്ടും 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 ഞാൻ പറയട്ടെ, അതിനകത്ത് നിങ്ങൾക്കൊരു ടെൻഷനേ വേണ്ട. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു വീട് എടുക്കണം. ആ വീടിനകത്ത് സഹധർമ്മിണി അപ്പൊ സ്വാഭാവികമായിട്ട് ചെന്ന് കയറുന്ന മുതൽക്ക് സഹധർമ്മിണിയുടേതായിട്ടുള്ള ഇടപെടലുകൾ വരും. വേണം. നമ്മളിവിടെ കോട്ടയത്താണെങ്കിൽ കാർപ്പറ്റ് എവിടെ പോയിട്ട് വേണമെങ്കിലും മേടിക്കാം. അവിടുന്ന് എവിടെ മേടിക്കണം എന്ന് പറഞ്ഞാൽ നേരെ അവിടെ വിളിക്കണം. കാർപ്പറ്റ് എവിടെ നിന്നാണ് അവ മേടിക്കേണ്ടത്? പുള്ളി 10 ദിവസം, ഇത്തവണ ഈ ബാച്ചിന്റെ ഇവിടെ 10 ദിവസത്തിൽ കൂടുതൽ കേണ്ടി വരും. അവിടെ മുതൽ അങ്ങോട്ടേക്ക് സജഷൻസ് വരും. അതിന്റെ ടെൻഷൻ വേറെ. കുഞ്ഞുങ്ങളായോ? അവിടെ ചെന്നിട്ട് പിന്നെ അതിന്റെ ടെൻഷൻ വേറെ. പക്ഷെ അവിടെ ചെല്ലട്ടെ. ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ നല്ല വിശേഷം ഞങ്ങൾ ഇത്രയും കേൾക്കട്ടെ, അല്ലേ? അതിന്റെ കയ്യിൽ വിടണ്ടേ? പിള്ളേർ രണ്ടും കൂടെ ഡോക്ടർമാരൊക്കെ ആണെങ്കിലും രണ്ടുപേരും കൂടെ കാനഡ പോവാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. മാത്രമല്ല ഇന്നത്തെ ഇവിടുത്തെ ഗെറ്റ് ടുഗദർ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയെ നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടോ? ഇല്ല. അങ്ങനെ അടുത്ത ഘട്ടത്തിലാണ് ഇവർ പരിചയപ്പെടുന്നത്. ശരി, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പരിചയപ്പെടുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്നൊരു കമ്മ്യൂണിറ്റി ഇവിടുന്നേ ബിൽഡ് ചെയ്ത് പോകാം എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി. അത് എല്ലായിടത്തും കിട്ടത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഞാൻ ഇത്തരത്തിൽ മറ്റൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഒരു പരിപാടി കണ്ടു പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അതിൽ പങ്കെടുക്കാതെ പോയി. എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയോ ഒരു ചെറിയ
ഉദ്ദേശിക്കാമല്ലോ, നമുക്ക് ഇതിനകത്തൊരു എവിടേക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നും. പക്ഷെ ഇവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗംഭീരമായിട്ട് അവർ ഏകദേശം ഒരു 750ഓളം ഡോക്ടർമാരെ ഇതിനകത്ത് കടത്തി എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞത്. 750ഓളം പ്രൊഫഷണൽസ് ഇപ്പോ കാനഡയിൽ കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഉള്ള ടീമും കൂടിയാണ്. ഉടനെ അതിനകത്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടെങ്കിലും ഇവർക്ക് അവരൊരു വെളിപ്പാട് അകത്തുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട് തന്നെ. എന്താണ് അവസരം പേര്? എന്താ ചെയ്യുന്നേ? ആരാ പോകുന്നേ? അങ്ങനെ വേണ്ട. പുള്ളിക്കാരത്തി എന്താ പ്രൊഫഷൻ? അനേഴ്സാണ്. എവിടെ എപ്പോഴും ഏത് മേഖലയിലും ഈ പറഞ്ഞ പോലെ ജോലി സാധ്യതയുള്ള ഏത് രാജ്യത്ത് ചെന്നാലും ഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. എന്തോ പേര്? ഇഷാക്ക് എത്ര വയസ്സായി? 5 വയസ്സിൽ. ചെറുപ്പം എവിടെ? നീ ചെറുപ്പം എവിടെ? ഇയാൾ കാനഡ പോകണോ? നിങ്ങളൊക്കെ പോകോളൂ, പുള്ളി വരുന്നില്ല. ശരി, അപ്പൊ ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കുഞ്ഞു മോട്ടിവേഷന്റെ ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ ഓൾറെഡി എല്ലാം സെറ്റാണ്. അഥവാ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടെങ്കിൽ ഒരു കുഞ്ഞി കഥ പറഞ്ഞിട്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാം. ഒരു കൊച്ചു കഥ പറയാം. നിങ്ങളെയൊക്കെ പോലെ തന്നെ ഈ ആഗ്രഹം, നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത്, ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ വിസ പ്രോസസ് ചെയ്യുന്നത്, നിങ്ങളുടെ പേപ്പർ എവിടേക്കോ ഏതോ ഒരിടത്ത് പ്രിന്റ് ചെയ്യപ്പെടുന്നത്, കാനഡയിൽ നിങ്ങൾ താമസിക്കാനിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട്, നിങ്ങൾക്ക് ഇപ്പൊ അത് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ജീവിക്കാനിരിക്കുന്ന വീട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കാണാനിരിക്കുന്ന മലകൾ, കുന്നുകൾ, പുഴകൾ, നിങ്ങൾ കാണാനിരിക്കുന്ന റോഡുകൾ, നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഇപ്പൊ നിങ്ങൾക്കറിയാത്ത വാഹനം, നിങ്ങൾ ജീവിക്കാനിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ ഓഫീസ്, ഇതൊന്നും നിങ്ങൾക്ക് പറയില്ല. പക്ഷെ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഒരേ ഒരു കാരണം നിങ്ങളുടെ മനസ്സിൽ എവിടെയോ അദമ്യമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. അല്ലെ? മനസ്സിന്റെ ആഗ്രഹം കാരണമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അപ്പോ മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് എത്തപ്പെട്ട, എനിക്കേറെ പ്രിയപ്പെട്ട, ഏത് വേദിയിൽ പോയാലും അവിടുത്തെ മനുഷ്യനോട് പറയാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥയുണ്ട്. വിൽമ എന്നാണ് അവരുടെ പേര്. 1950 സമയത്താണ് ഇവർ ജനിക്കുന്നത്. 50-നും മുൻപ് വിൽമ ജനിക്കുന്നത് അമേരിക്കയിലെ മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തോ അവരുടെ പേര്? വിൽമ റുഡോൾഫ് എന്ന് പറയും. വിൽമ എന്തോമാ? വിൽമ റുഡോൾഫ്. നല്ല മോളായിരുന്നു. ഈ നീഗ്രോ എന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ടിരുന്ന ഒരു കാറ്റഗറി. ഇപ്പൊ അതില്ല. ഇപ്പൊ അവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ബ്ലാക്ക് എന്നൊന്നും വിളിക്കത്തില്ല. അതൊക്കെ ഭയങ്കര ക്രിമിനൽ കുറ്റമൊക്കെ ആക്കിയിട്ട് അവരെ മാറ്റി. അന്ന് ആ കാലത്ത് അങ്ങനെയൊന്നുമല്ല. ഈ വർഗത്തിനെ തന്നെ കണ്ടുകൂടാന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ മോള് ജനിച്ചു വീഴുന്നത്. ഇവൾക്ക് നല്ലൊരു പൂമ്പാറ്റ കുട്ടിയാണ്. ഓടിച്ചാടി പറന്നൊക്കെ നടന്നു. 3ാമത്തെ വയസ്സെത്തിയപ്പോ ഈ മോൾക്ക് 2 കാലിനും അത്യാവശ്യത്തിലേറെ സ്വാധീനക്കുറവ്. ആ സമയത്ത് ഒരു അസുഖമുണ്ട്, ഇപ്പൊ നമുക്കില്ല. നമ്മൾ പോളിയോ തുള്ളി മരുന്നൊക്കെ ഉപയോഗിച്ചത് കാരണം നമുക്ക് ആ അസുഖം ഇല്ല. അതേസമയം 1950കളിൽ ഇതിന്റെ മരുന്ന് കണ്ടുപിടിച്ചില്ല. 55-ലാണ് അതിന്റെ മരുന്ന് കണ്ടുപിടിക്കുന്നത്. അന്നത് ഇഞ്ചക്ഷൻ ആയിരുന്നു, തുള്ളി മരുന്നായിരുന്നില്ല. ജോസഫ് എന്ന് പറയുന്ന 13 വയസ്സായിട്ടുള്ള ഒരു മോനിലാണ് ആദ്യമായിട്ട് പോളിയോക്ക് എതിരായിട്ടുള്ള വാക്സിൻ കുത്തിവെപ്പൊക്കെ എടുക്കുന്നത്. പിന്നീടാണ് തുള്ളി മരുന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ ഈ പറയുന്ന കഥയിലെ നായിക വിൽമയ്ക്ക് ആ സമയത്ത് പോളിയോ വന്നപ്പോൾ കുത്തിവെപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇത് മരുന്നില്ല. 2 കാലുകൾക്കും ശേഷിയുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, നിങ്ങളിപ്പോ കാനഡയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങളിപ്പോ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല കാനഡ തന്നെ പോകണമെന്ന്. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, പുതിയ ആകാശങ്ങളിലേക്ക് പോകണമെന്നായിരിക്കാം നിങ്ങളുടെ സ്വപ്നം. അവളുടെ പുതിയ ആകാശം 2 കാലുകൾ വയ്യാതിരുന്നിട്ട് കൂടി ഒരു ഓട്ടക്കാരിയായി മാറുക എന്നുള്ളത് ഭയങ്കര വിധിവൈപരീത്യമല്ലേ? 2 കാലുകൾക്ക് ശേഷിയില്ല. 2 കാലുകൾക്കും ഒരു തരത്തിലുമുള്ള ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി ഓട്ടക്കാരിയാകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ കാര്യം പോളിയോയാണ്. സ്വാഭാവികം. പോളിയോ ആണെങ്കിൽ നമുക്ക് എത്ര ഇനിയിപ്പോ ഏത് തരത്തിലൊക്കെ കഥ വളച്ചൊടിച്ചാലും ശരി, ഇത് ഓട്ടക്കാരിയാകാൻ പോകുന്നില്ല. ഒബ്വിയസ്. ഇവൾ പതിയെ വളർന്നു. ഇവൾക്ക് ഈ പറഞ്ഞ പോലെ കുറെ ഏറെ, ഇപ്പൊ നിങ്ങൾക്ക് ആംസ്റ്റർ സഹായിക്കുന്നത് പോലെ ഇവൾക്കൊരു ഏകദേശം 22ഓളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 22ഓളം സുഹൃത്തുക്കളും അല്ല. ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനി അല്ല, ഒരു ബേക്കറി ആയിരുന്നു. അത്യാവശ്യം ബേക്കിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. വിൽമയ്ക്ക് 2 ചൂരൽ കമ്പുകൾ വെട്ടിക്കൊടുത്തത് അവളുടെ മൂത്ത ചേച്ചിയാണ്. 22 പേരിലെ ഏറ്റവും മൂത്ത ചേച്ചി. ഈ 2 ചൂരൽ കമ്പുകളിൽ കാലുകൾ ഇഴച്ചാണ് ഈ പെൺകുട്ടി പതിയെ നടന്നു തുടങ്ങിയത്. അപ്പോഴും അവളുടെ ഉള്ളില് ഓട്ടക്കാരിയാവുക എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തുവായിരുന്നു അവരുടെ പേര്? ഇല്ല, മറന്നു. വിൻസെന്റ് എന്നൊക്കെ പറയുന്നതായിട്ട്. എന്താ പേര്? കറക്റ്റ്, വിൽമ റുഡോൾഫ് എന്നാണ് പേര് കേട്ടോ. വിൽമ റുഡോൾഫ്, അമേരിക്ക മിഷിഗൻ സ്റ്റേറ്റ്. മറക്കില്ലല്ലോ, മറക്കരുത്. ഈ കഥ എപ്പോഴും ഉള്ളിൽ വേണം.
ശരി, ഇവളുടെ 15ാമത്തെ വയസ്സ്. അപ്പോഴും വിളി പറഞ്ഞ പോലെ ചൂരൽ കമ്പുകളിൽ കാലുകൾ ഇഴച്ചു നടക്കുന്ന പരുവമാണ്. മറ്റൊരു അതിശയം അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. 2000-ഓളം പേര് നിരന്നിരിക്കുന്ന വലിയൊരു വേദി, ഒരു വലിയ ഗ്രൗണ്ട്. അവിടെ ഓട്ട മത്സരം നടക്കുകയാണ്. എല്ലാ വർഷവും അമേരിക്കയിലെ മിഷിഗൻ സ്റ്റേറ്റിൽ നടക്കുന്ന വലിയൊരു ഓട്ട മത്സരമാണ്. അവിടെ 12 ട്രാക്കുകളുണ്ട്. ഈ 12 ട്രാക്കിൽ 11 ട്രാക്കിലേക്കും ഓടാനുള്ള ആൾക്കാർ വന്നിരുന്നു. 12ാമത്തെ ട്രാക്ക് ഒഴിഞ്ഞു കിടക്കാണ്. അവിടേക്ക് 2 ചൂരൽ കമ്പുകൾ വെച്ച് പതിയെ നമ്മുടെ നായിക, എന്ത് വരുന്ന പേര്, വിൽമ റുഡോൾഫ്, പതിയെ നടന്നു വരുന്നുണ്ട്. നമുക്ക് കാണാം. 12 പേരിൽ 11 പേര് നല്ല ആരോഗ്യത്തിലായിട്ടുള്ള ആൾക്കാർ. ഇവളാണെങ്കിൽ 2 ചൂരൽ കമ്പിലായിട്ട് കാലഴിച്ച് വരികയാണ്. സ്വാഭാവികമായിട്ടും 2000 പേരും ചിരിക്കുകയാണെന്നില്ലേ? സ്വാഭാവികമായിട്ട് ചിരിക്കും. നമ്മളൊക്കെ മനുഷ്യരാണെങ്കിലും വീഴ്ച കണ്ട് ചിരിക്കാനുള്ള പ്രത്യേക കഴിവ് നമുക്കുണ്ട്. അതിന് നമ്മുടെ പെറ്റ അമ്മ വീണാലും നമ്മൾ ചിരിക്കും, എന്നിട്ടേ നമ്മൾ പോയി എടുക്കുള്ളൂ, ഇല്ലേ? നമ്മുടെ അച്ഛൻ വീണാലും നമ്മൾ ചിരിക്കും, നമ്മുടെ മോൻ വീണാലും ചിരിക്കും, ചിരിച്ചിട്ടേ നമ്മൾ പോയി എടുക്കും. എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റൊരു ജീവജാലവും അങ്ങനല്ല. വീണ് കഴിഞ്ഞാൽ ഓടിപ്പോകും, സഹായിക്കും. പക്ഷെ മനുഷ്യൻ ഒന്ന് വീണാൽ പൊട്ടിച്ചിരിക്കും. ആ വീഴ്ചയിൽ നമ്മൾ അറിയാണ്ടൊരു ഇൻസൈറ്റ് പോലെ ഒരു ചിരി വന്നു പോകും. എന്നിട്ടേ നമ്മൾ കൈ നീട്ടി കൊടുക്കത്തുള്ളൂ. ശരി, ഈ പെൺകുട്ടിയെ കാണുമ്പോഴേ സ്വാഭാവികമായിട്ട് ഈ 2000 പേരും ചിരിച്ചു. അവർക്ക് ഒരു കളിയാക്കം തോന്നി. ഇത് പ്രാക്ടിക്കൽ അല്ലല്ലോ. പോളിയോയും ബാധിച്ച് 2 കാലം കഴിച്ചുകൊണ്ട് ഒരു കൊച്ചു ഓട്ട മത്സരത്തിന് വരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു സംഗതിയല്ല. വെടിപൊട്ടി 12 പേരും ഓടി. 12ാമത് നിന്ന ആളാണ് വിൽമ റുഡോൾഫ്. 11 പേര് മുംബൈക്ക് ഓടിയപ്പോ വിൽമ റുഡോൾഫ് ഓടിയിട്ടുണ്ടാവില്ലേ? ഓടിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ അങ്ങനെയാണ്, അല്ലെ? എല്ലാ സിനിമയിലും അങ്ങനെയാണ്, സ്വാഭാവികം. ദംഗൽ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഗോദ സിനിമ നമ്മൾ കണ്ടതാണ്. എല്ലാത്തിലും അങ്ങനെയാണ്. നായകൻ അല്ലെങ്കിൽ നായിക ഓടും. ജീവിതം അങ്ങനല്ല. ഓടിയില്ല, അവൾക്ക് ഓടാൻ പറ്റില്ല. അവളുടെ കാലുകൾക്ക് ശേഷിയില്ലല്ലോ. 2 ചൂരൽ കമ്പാണ്. ആദ്യത്തെ കമ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ അവളുടെ ബാലൻസ് പോയി. അവൾ താഴെ വീണു, മൂക്കിടിച്ചു, മൂക്ക് പൊട്ടി, ചോര ഒലിച്ചു. എന്തായിരുന്നു അവളുടെ പേര്? വിൽമ റുഡോൾഫ്. കറക്റ്റ്. അവിടെ വെച്ച് കഥ തീരുകയാണ്. പിന്നെ അങ്ങോട്ട് കഥയില്ല. വിൽമ എന്ന പെൺകുട്ടിയുടെ കഥ അവിടെ കഴിഞ്ഞു. പിന്നെ സംഭവിച്ചത് മുഴുവൻ ചരിത്രമാണ്. 1964 റോമൻ ഒളിമ്പിക്സ്. നിങ്ങൾ ഇപ്പൊ ഈ നിമിഷം ചുമ്മാ വെറുതെ നിങ്ങളുടെ ഫോൺ എടുത്തൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് വിൽമ റുഡോൾഫ് എന്നടിച്ചാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് 1 അല്ല 2 അല്ല 3 അല്ല 4 ഗോൾഡ് മെഡലുകൾ നേടി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കറുത്ത വർഗ്ഗക്കാരിയായ ഓട്ടക്കാരി എന്ന് പേരെടുത്ത ഒരു സ്ത്രീയുടെ പേരാണ്. ആ പേര് നിങ്ങൾക്കറിയാം, വിൽമ റുഡോൾഫ് എന്നാണ് അവളുടെ പേര്. ഒരൊറ്റ ചിന്തയാണ്, എനിക്ക് ഓട്ടക്കാരിയാകണം. ഒറ്റ ചിന്ത, മറ്റൊരൊറ്റ ചിന്തയില്ല. 2 കാലിന് ശേഷിയില്ല. മെഡിക്കൽ സയൻസിന് പോലും ഇന്നും അത്ഭുതമായിരിക്കുന്ന 54ാമത്തെ വയസ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത് വരെ പോളിയോ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു മരിച്ച ഒരു സ്ത്രീയായിരുന്നു വിൽമ റുഡോൾഫ്. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഉള്ളിലെത്തിയോ നിങ്ങൾ അറിയാണ്ട് ഒരു വിൽമ റുഡോൾഫ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഇത്രമേൽ പെട്ടെന്ന് എത്തി നിൽക്കില്ല. ഈ പ്രായത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള ജീവിതകാലത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ തേടിപ്പിടിക്കുന്നതിലോളം വളർന്നുവെങ്കിൽ വലിയ കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു സ്പാർക്കുണ്ട്. വിൽമയെ മറക്കരുത്. മറക്കോ? ഇല്ല, മറക്കരുത്. കാരണം ഇവിടെ ഞാൻ തളർന്നു പോകുമ്പോ, ഏതെങ്കിലും ഒരു സങ്കടം വരുമ്പോ, ചെറിയ കാര്യങ്ങളിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചെറിയ ചിന്ത വരുമ്പോ അപ്പൊ അറിയാണ്ട് ഉള്ളിലേക്ക് കയറി വരുന്നത് ആ സ്ത്രീയാണ്. അവരൊരു ഓട്ടക്കാരിയാണ്. നമ്മുടെ ബുദ്ധിയിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ മനീഷയിലേക്ക്, ഒരിക്കലെങ്കിലും അറിഞ്ഞ ഒരാളുടെ ഹൃദയത്തിലേക്ക് ആ സ്ത്രീ ഇങ്ങനെ ഓടിക്കേറും. എനിക്ക് പറ്റി, പിന്നെന്താ നിനക്ക് പറ്റാത്ത എന്ന് എന്നോട് ചോദിക്കും. നമ്മുടെ ഉള്ളിൽ ഇത് വേണം. നിങ്ങൾ പോകുന്നത് പുതിയ രാജ്യം. ആ പുതിയ രാജ്യത്ത് കുറെ ഏറെ ആകുലതകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള നിങ്ങളുടെ ചിന്ത, അത് മുഴുവൻ ഇവരെ തീർത്തരും. അങ്ങനെ ഒരു ടെൻഷനെ വേണ്ട. ഈ നിൽക്കുന്ന മനുഷ്യൻ ചെറിയ കക്ഷിയൊന്നുമല്ല. പുള്ളി നിങ്ങളെ കംപ്ലീറ്റ്ലി കൈപിടിച്ച് കൂടെ തന്നെ കാണും, ഒരു സുഹൃത്തിനെ പോലെ ഉള്ളതിൽ സംശയമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ വരും. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് തോന്നിയാൽ അപ്പൊ അവൾ ഓടിക്കേറണം. വിൽമ റുഡോൾഫ് എന്നാണ് അവളുടെ പേര്. 2 കാലുകളില്ലാതിരുന്നിട്ട് പോളിയോ ബാധിച്ചിട്ട് 4 മെഡൽ കിട്ടിയിട്ട് അവൾ ഇറങ്ങിവിടും. ആ 4 മെഡൽ കൊണ്ട് തീർത്തില്ല. അവിടെ മുതൽ അങ്ങോട്ടേക്ക് നിങ്ങളുടെ വിൽമയുടെ ജീവിതം നോക്കിയ ഭയങ്കര അതിശയമാണ്. എണ്ണമില്ലാത്തത്രയും മെഡലുകൾ ഓടിക്കൂട്ടുകയാണ് ചെയ്തത്. ഇവൾക്ക് ഈ കാലിന് എവിടെ നിന്ന് ശേഷി വന്നുള്ളത് മെഡിക്കൽ സയൻസ് പിന്നെയും അത്ഭുതത്തോടെ കാത്തിരുന്നതാണ്. എനിക്ക് പക്ഷേ അതിന്റെ ഉത്തരം അറിയാം. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരു പാറ്റൻ ടാങ്ക് ഒരു സൈനികൻ എടുത്തുപൊക്കി എന്നൊരു കഥ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്നും എപ്പോഴും എവിടെയും ഏത് നിമിഷത്തിലും നമ്മുടെ ശരീരത്തിന്റെ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെയാണ്. നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ഒരു ക്യാൻസർ കെയർ സെന്റർ നടത്തുന്നത് ഒരു പാഷൻ പോലെ. എന്റെ വരുമാനത്തിൽ നിന്ന് മറ്റാളിൽ നിന്ന് ഡൊണേഷൻ മേടിക്കാതെയൊക്കെയാണ് ഞങ്ങൾ ആ സ്ഥാപനം നടത്തുന്നത്. സനാഥാലയം എന്നാണ് പേര്. അവിടെ നമ്മൾ കുറേയേറെ ക്യാൻസർ ബാധിച്ച
4th സ്റ്റേജിൽ ഇനി ജീവിക്കില്ല എന്ന് പറഞ്ഞ കുറെ മനുഷ്യരുണ്ട്. അവരെ ഞങ്ങൾ അവിടെ സൗജന്യമായിട്ട് നോക്കുന്നുണ്ട്. ആ സൗജന്യം എന്ന ടൈം ഉപയോഗിക്കാൻ പാടില്ല എങ്കിലും ഞങ്ങൾ അവരെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായ എന്തറിയോ, മെഡിക്കൽ സയൻസ് പറയും ഇനി 2 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ, ഇത് കഴിക്കരുത്, റെഡ് മീറ്റ് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് പോലുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ സെന്റർ ചെയ്യുന്നത് എന്ത് കഴിച്ചോ, മെഡിക്കൽ സയൻസ് പറഞ്ഞു നിങ്ങൾക്ക് ഇനി സമയമില്ല, നിങ്ങൾക്ക് ഇനി സമയമില്ല, അപ്പൊ പിന്നെന്തിനാണ് നിങ്ങളത് കഴിക്കാതിരിക്കുന്നത്? നിങ്ങൾ കഴിച്ചോ, നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം അവിടെയൊക്കെ പൊക്കോ. ഞങ്ങൾ പറയട്ടെ, അഭിമാനത്തോടെ പറയട്ടെ, 3 വർഷത്തിലേറെ 4 വർഷത്തിലേറെ ടോട്ടൽ 7 വർഷമായി ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് 4 വർഷത്തിലേറെയായി ജീവിതം ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്ന 100 കണക്കിന് മനുഷ്യരെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് നേരിട്ടറിയാം. അതിലൊറ്റ ആൻസറേ ഉള്ളൂ, ഈ സാധനമാണ് നമ്മുടെ ജീവിതം. മനസ്സെന്താണോ അതാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. അവരുടെയൊക്കെ മനസ്സിൽ ജീവിക്കണം എന്ന ചിന്തയാണ്. നിങ്ങൾക്കും അങ്ങനെയാകട്ടെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് പാളിയാൽ അപ്പൊ ഓടിക്കേറട്ടെ വിൽമ റഡോൾഫ്. വിൽമ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ പേര് മറന്നുപോയാൽ അന്തസ്സായിട്ട് ഇവരോട് ചോദിക്കാം എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്, അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും, ഓർമ്മിപ്പിച്ചു തരും. വിൽമ റഡോൾഫുമാരായി മാറട്ടെ. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ വരുന്ന തലമുറ നിങ്ങളെ കുറിച്ചുള്ള കഥ, നാട്ടിൽ ഇങ്ങനെ അത്യാവശ്യം ഓപ്പറേഷനും ഇഞ്ചക്ഷനും ഐറ്റിയും പിന്നെ ചെറിയ ചെറിയ ജോലിയൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരാള് ഞങ്ങളുടെ തലമുറയിൽ നിന്ന് കാനഡയിലേക്ക് ആംസ്റ്റർ വഴി ഒരു പോക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ തലമുറകളുടെ തലവര മാറിയത് എന്ന് പറയുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഭാവിയിൽ നിങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാനഡയിലൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞതുപോലെ വരാനായാൽ, അന്ന് എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കാണാനായാൽ ഓടി വന്ന് അന്ന് നമ്മുടെ ആ കഥ എന്ന് പറഞ്ഞൊന്ന് പരസ്പരം മിണ്ടാൻ നമുക്കാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഭാവി നിങ്ങളുടെ കയ്യിലാണ്. എവിടെയും പതറണ്ട, എവിടെയും തളരണ്ട. ഏറ്റവും മികച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. അതിൽ ഈ പരിപാടിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത് വരെ ഇത്രമേൽ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു എന്നുള്ളത് പിന്നെ ഓണസ്റ്റ്ലി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ഒരുപാട് പരിപാടികൾക്ക് വിളിക്കാറുണ്ട്, ഞാൻ പരിപാടിക്ക് പോകാറുണ്ട്. പക്ഷെ ഇദ്ദേഹം ഇപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ ആ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലിങ്ങോടും കൂടി പറഞ്ഞപ്പോഴാണ് ഞാനും അന്തിച്ചു. ഞാൻ അതിനോട് പറയുകയും ചെയ്തു, ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ ചെറിയൊരു കാര്യം ഇപ്പൊ നമുക്ക് ഒരാളെ കയറ്റിവിടാൻ എളുപ്പമാണ് ഇപ്പോഴത്തെ കാലത്ത്. ഇവിടെ നിന്ന് ഒരു രാജ്യത്തേക്ക് ഒരാളെ കയറ്റിവിടാൻ എന്താ പാട്, ഈസിയാണ്. പക്ഷെ ആ കയറ്റിവിട്ടതിന് ശേഷമുള്ള ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് ചെറിയ അറിയില്ല. ഞാനൊരിക്കൽ പെട്ടതാണ് ഖത്തറിലേക്ക് 25 മീഡിയ പ്രൊഫഷണൽസുമായിട്ട് ഞാൻ ഖത്തറിൽ പോയിട്ട് റേഡിയോ തുടങ്ങാനായിട്ട് എന്റെ മുഴുവൻ സമ്പാദ്യം എടുത്തിട്ട് ഞാൻ അവിടെ പോയതാണ്. അവിടെ നമുക്കറിയാവുന്ന അറബികളൊക്കെ, നല്ല അറബികളൊക്കെ ഉള്ള സൗദിയിലും ദുബായിലുണ്ട്. ഖത്തറിൽ അന്നത്തെ കാര്യത്തിൽ നല്ല അറബികളല്ലായിരുന്നു. അഗ്ഗാമുഗ്ഗ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല. ഇവരെന്റെ ലൈസൻസ് കട്ട് ചെയ്തു, എന്റെ റേഡിയോ ലൈസൻസ് കട്ട് ചെയ്തു. എനിക്ക് ഏകദേശം വലിയൊരു തുക നഷ്ടം വന്നു. അതിനേക്കാളേറെ ഞാൻ ബുദ്ധിമുട്ടിയത്, ഞാൻ കൊണ്ടുപോയ എന്നെ വിശ്വസിച്ച് വന്ന് 25 മനുഷ്യരുണ്ടായിരുന്നു. ഈ 25 മനുഷ്യരെ മറ്റിടങ്ങളിലേക്ക് ഇവർ മീഡിയ എന്നൊക്കെ റിസൈൻ ചെയ്ത് വന്നതാണ്, എന്റെ സുഹൃത്തുക്കളാണ്. ഇവരെ തിരിച്ച് മീഡിയ കേട്ടേ, അതൊരു വലിയ പ്രോസസ്സാണ്. ഇവിടെ അവരത് ചെയ്യുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ അതിനുള്ള ബഹുമാനം അർഹിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ അടുത്തൊക്കെ ഓരോരുത്തർക്കും ഈ പറഞ്ഞ പോലെ സന്തോഷം നേർന്നുകൊണ്ട് ഞാൻ പോകുന്നത് വരെ, നിങ്ങൾ പോകുന്നത് വരെ ഈ ഏരിയയിൽ തന്നെ കാണും. ഒരിക്കൽ കൂടി പറയട്ടെ, എവിടെയെങ്കിലും വെച്ച് തളർന്നു പോയാൽ, കുഞ്ഞു കാര്യമാവട്ടെ, വീട്ടിലെ ചെറിയ സങ്കടമാവട്ടെ, വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ പിരിഞ്ഞു പോകാനിരിക്കുന്ന നിമിഷമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പോകുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ചെറിയ സങ്കടം ഉണ്ടാവും. വീട്ടിൽ നിന്ന് പിരിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. വീട്ടിൽ നിന്ന് പിരിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടമായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നെയാണ്. അപ്പൊ ആ സമയത്താണ് വിൽമ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. അങ്ങനെ ഇവിടെ തന്നെ നിന്നാൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു ഫലവും വേരുകളിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ ഫലഭൂയിഷ്ഠത എന്നൊക്കെ പറയുന്ന ആപ്പിൾ ഉണ്ടാകണമെങ്കിൽ അത് വേരിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലാണ്. വേരിൽ ഉണ്ടാകുന്ന കപ്പക്കിഴങ്ങേ ഉള്ളൂ. അതിന് അത്ര വിലയില്ല, ഒന്നുമില്ല, ഇന്നുമില്ല. ആപ്പിൾ ആകണോ കപ്പക്കിഴങ്ങാകണോ എന്നുള്ളത് നമ്മുടെ യാത്ര അനുസരിച്ചാണ്. നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായിട്ടുള്ള ഫലങ്ങളായി മാറട്ടെ. തലമുറകളോളം നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ ആംസ്റ്റർഡാം ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിൽക്കുകയാണ്.